എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ്. എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, എന്നാലും ചിലരൊന്നും ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ വീഡിയോസ് കൊള്ളൂല്ല എന്ന് എനിക്കറിയാം, എന്നാലും ഇച്ചിരിയൊക്കെ സപ്പോർട്ട് ചെയ്യാലോ. പറ്റുവാണെങ്കിൽ ചെയ്യൂ, കുഴപ്പമില്ല. ഞാനിപ്പോൾ വയ്യാതെ കിടപ്പിലാണല്ലോ, എല്ലാം കൊണ്ടും പ്രശ്നമാണ്. അത് സാരമില്ല, എല്ലാം ദൈവത്തിൻ്റെ ഹിതം പോലെയല്ലേ വരുത്തുള്ളൂ. ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാനാണ്. അതായത് ആലപ്പുഴയിൽ ആക്സിഡന്റ് എല്ലാവർക്കും അറിയില്ല. വെരി കോഷ്യസ് ആയിരിക്കണം എല്ലാവരും. വളരെ ശ്രദ്ധാപൂർവം ജീവിച്ചിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാലം ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും നമ്മളെല്ലാം. സ്വന്തം വണ്ടി ജസ്റ്റ് ഒരു മണിക്കൂർ നേരം കൊണ്ട് 1000 രൂപ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ ആക്സിഡന്റിൽ സംഭവിച്ച കാര്യം എല്ലാവർക്കും അറിയോ? അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമുള്ള വണ്ടിയാണ്. 9 പേര് മാത്രം കയറേണ്ട വണ്ടിയിൽ 11 പേര് കയറാൻ വേണ്ടി അതും കൊച്ചു കുട്ടികൾക്ക്. കൊച്ചെല്ലാം മെഡിസിനിന് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എത്തിയിട്ടില്ലല്ലോ പ്രായം ശരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ വണ്ടി കൊടുത്തിട്ട് ആക്സിഡന്റിൽ എത്ര ജീവൻ പൊലിഞ്ഞു പോയി. ഡോക്ടേഴ്സായി വരേണ്ട മക്കളല്ലേ. അപ്പൊ ഈ ഓണേഴ്സ്, പ്രൈവറ്റ് ഓണേഴ്സ്, പ്ലീസ് ഒരിക്കലും നിങ്ങളെ വണ്ടി ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരിക്കലും ആർക്കും കൊടുക്കരുത് കേട്ടോ. ഇപ്പം ഓണറിന്റെ കാര്യം അവതാളത്തിലാണ്. എല്ലാ കുട്ടികൾക്കും ഇൻഷുറൻസ് ക്ലെയിം കിട്ടണം, പക്ഷെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമുള്ള വണ്ടിക്ക് ഒരിക്കലും വേറെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഓണർ വീടും കാര്യം എല്ലാം ജപ്തി ചെയ്യും. അപ്പോൾ ഓണർ ഇത്രയും ശ്രദ്ധാപൂർവം ജീവിച്ചെങ്കിൽ 1 മണിക്കൂറിന്റെ 1000 ഉറുപ്പ്യന്റെ ലാഭം വിചാരിച്ചിട്ട് ഇത്രയും നഷ്ടം വരുത്തി വെച്ചില്ലേ. അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാണ്, സ്വന്തം വണ്ടി 1000 രൂപ 500 രൂപക്ക് വേണ്ടിയൊന്നും ഒരിക്കലും മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കരുത്. കമേഴ്ഷ്യൽ വണ്ടി പോലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എന്തിനാന്നിങ്ങനെ 500 രൂപ കൊണ്ട് വരുത്തുന്ന നഷ്ടം എത്രയാണ്? 1000 രൂപ കൊണ്ട് വരുന്ന നഷ്ടം എത്രയാണ്? അത് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോധപൂർവം ഇങ്ങനെയുള്ള ഒരു ആപത്തിൽ വന്നു ചേരും. അപ്പൊ ആ ഓണർ, ഇന്നോവയുടെ ഓണർ വളരെ കഷ്ടത്തിലാണ്. അയാൾക്ക് എന്ത് സംഭവിക്കുന്നതിന് നമുക്ക് വാർത്തകളിലൂടെ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ പണം വിചാരിച്ചിട്ട് ഒരിക്കലും തെറ്റായ മാർഗത്തിലൂടെ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ചെറിയ കാര്യം ആണെങ്കിലും വലിയ കാര്യം തന്നെയാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം പോയില്ലേ, ഓണറിന്റെ ജീവിതം പോയി, ഇത്രയും മക്കളെ ജീവിതം പോയി, എല്ലാം നശിച്ചില്ലേ ഒരു സെക്കൻഡ് കൊണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ശ്രദ്ധാപൂർവം ജീവിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഏത് നിമിഷവും എന്ത് ആപത്തുകളും നമ്മളെ തേടിയെത്തും. നന്ദി, നമസ്കാരം. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുക. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നില്ല, നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഷെയറും ചെയ്യുക. ഓക്കെ, താങ്ക് യു.